ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 38-ാം വാക്യം. ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ക്രിസ്തുവിനോട് കൂടെ ഏകമനസ്സോടെ ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കുവിൻ. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ നിശബ്ദതയെ സ്നേഹിച്ച ക്രൂശിതനെ അനുഗമിക്കാം. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന സങ്കീർത്തന പുസ്തകം പറയുന്നത് പോലെ ഈ നോമ്പ് കാലഘട്ടം നിശബ്ദതയുടെ കാലമാണ്. ദൈവത്തോട് സംസാരിക്കുന്ന പരിശുദ്ധ കാലഘട്ടം. ബാഹ്യമായ നിശബ്ദതയേക്കാൾ ആന്തരികമായ നിശബ്ദതയെ പുൽകാം. കുരിശിൻ്റെ വഴിയിൽ മാതാവും ഈശോയും കണ്ടുമുട്ടുന്നതും മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തുന്നതുമായ സംഭവം വളരെ അത്ഭുതം നിറഞ്ഞതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനം. അവൻ വധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടുകളെ പോലെയും അവൻ മൗനം പാലിച്ചു. മൗനം ദൈവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് തന്നെ പീഡനങ്ങളുടെ കാലത്തിലും എല്ലാം മൗനമായി സഹിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വേദനകളെ സന്തോഷത്തോടെ സഹിക്കാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.